നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാവക്കാട് ഒരുമനയൂരിൽ പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. വട്ടേക്കാട് കണ്ടരാശ്ശേരി സുബൈർ മകൻ 14 വയസ്സുള്ള മുഹമ്മദ് റസലാണ് മരിച്ചത്. പെരുമ്പിലാവിൽ തെരുവുനായ ആക്രമണം. ഹോം നഴ്സിന് കടിയേറ്റു. പരുവക്കുന്ന് സലാം ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അമീറിന്റെ ഭാര്യ ഷഹനയ്ക്കാണ് നായയുടെ കടിയേറ്റത്. യാത്രക്കാരായ നിരവധി പേർക്ക് നേരെ നായയുടെ ആക്രമണ ശ്രമം. പ്രദേശവാസികൾ ഭീതിയിൽ. CCTVക്ക് പുതിയ സാരഥ്യം. മാനേജിംഗ് ഡയറക്ടറായി KC ജോൺസണെയും ചെയർമാനായി KR അനന്തരാമനെയും തെരഞ്ഞെടുത്തു. പുതിയ ഭരണസമിതി അംഗങ്ങളും ചുമതലയേറ്റു. സാമ്പത്തിക ക്രമക്കേട്. കാട്ടകമ്പാൽ ക്ഷേത്ര സംരക്ഷണ സമിതി മുൻ ഭാരവാഹികൾക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയതായി നിലവിലെ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി. വിശദമായ വാർത്തയിലേക്ക്. ചാവക്കാട് ഒരുമനയൂരിൽ പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. വട്ടേക്കാട് കണ്ടരാശ്ശേരി സുബൈർ മകൻ 14 വയസ്സുള്ള മുഹമ്മദ് റസലാണ് മരിച്ചത്. സുഹൃത്തുമായി പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങി റസൽ മുങ്ങി മരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. മൊബൈൽ ടവർ ലൊക്കേഷനിൽ കുട്ടിയുടെ മൊബൈൽ ചുള്ളിപ്പാടം പരിസരത്തെ ടവർ ലൊക്കേഷനിലുള്ളതായി കണ്ടെത്തി. തുടർന്നാണ് പോലീസും നാട്ടുകാരും മറ്റും പരിശോധന നടത്തിയത്. പള്ളിക്കുളത്തിന് സമീപം ചെരുപ്പും വസ്ത്രവും മൊബൈൽ ഫോണും കണ്ടതിനെ തുടർന്ന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് റസലും കൂട്ടുകാരനും ചേർന്ന് കുളിക്കാൻ വരുന്നതും കൂട്ടുകാരൻ പിന്നീട് ഓടിപ്പോകുന്നതായും കണ്ടത്. തുടർന്ന് ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുളിക്കുന്നതിനിടയിൽ റസൽ കുളത്തിൽ മുങ്ങിത്താഴ്ന്നു. ഇത് കണ്ട കൂട്ടുകാരൻ ഭയന്ന് ഓടിപ്പോവുകയും വിവരം പുറത്തു പറയാതിരിക്കുകയുമായിരുന്നു. മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പെരുമ്പിലാവിൽ തെരുവുനായ ആക്രമണം. ഹോം നഴ്സിന് കടിയേറ്റു. പരുവക്കുന്ന് ഭാഗത്തു നിന്നും വന്നിരുന്ന സലാം ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അമീർ ഭാര്യ ഷഹനയ്ക്കാണ് നായയുടെ കടിയേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യാത്രക്കാരായ നിരവധി പേർക്ക് നേരെ നായയുടെ ആക്രമണമുണ്ടായി. പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നായയെ നാട്ടുകാർ പിന്തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല. മേഖലയിൽ തെരുവുനായ ആക്രമണം രൂക്ഷമായതോടെ ജനങ്ങളും ആശങ്കയിലാണ്. CCTVയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി KC ജോൺസണെയും ചെയർമാനായി KR അനന്തരാമനെയും തെരഞ്ഞെടുത്തു. പുതിയ ഭരണസമിതി അംഗങ്ങളും ചുമതലയേറ്റു. കഴിഞ്ഞ 30-ന് ചേർന്ന കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന CCTVയുടെ 20ാം വാർഷിക പൊതുയോഗം തെരഞ്ഞെടുത്ത 12-അംഗ ഭരണസമിതി ആദ്യ യോഗം ചേർന്നാണ് പുതിയ മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ എന്നിവരെ തെരഞ്ഞെടുത്തത്. MD-ആയി തെരഞ്ഞെടുക്കപ്പെട്ട KC ജോൺസൺ മറ്റം കേന്ദ്രീകരിച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേബിൾ TV സേവനം ആരംഭിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ ഭരണസമിതിയിൽ ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. നിലവിൽ തൃശൂർ കേരള വിഷന്റെ ചെയർമാനാണ്. KCCL ഡിജിറ്റൽ പ്രോജക്ടിന്റെ ടെക്നിക്കൽ ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടനാ രംഗത്തും സജീവ സാന്നിധ്യമായ അദ്ദേഹം മറ്റം കേന്ദ്രീകരിച്ച ജെ-സ്റ്റാർ കേബിൾ TV നെറ്റ്വർക്ക് ഉടമയാണ്. ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട KR അനന്തരാമൻ മേഖലയിലെ ആദ്യ കേബിൾ TV നെറ്റ്വർക്കുകളിലൊന്നിന്റെ സാരഥികളിൽ പ്രധാനിയാണ്. മുൻ ഭരണസമിതിയിൽ ഫിനാൻസ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. നിലവിൽ ഗുരുവായൂർ സ്കൈലൈൻ കേബിൾ വിഷൻ ഉടമയാണ്. പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട KM എഡ്വിൻ, KC ജോസ്, ഷാജി വി ജോസ്, PM സോമൻ, CS സുരേഷ്, CI വിജു, NV അബ്ദുസമദ്, VK പ്രമോദ്, പോൾ ജേക്കബ്, ബാബു പോൾട്ടി എന്നിവരും ചുമതലയേറ്റു. കമ്പനിയുടെ സുഗമമായ പ്രവർത്തനത്തിന് ഉതകും വിധമുള്ള പ്രവർത്തന പദ്ധതികൾക്ക് യോഗം രൂപം നൽകി. മുൻ സാരഥികളായ KT സഹദേവൻ, TV ജോൺസൺ, PM നാസർ, COA മേഖലാ സെക്രട്ടറിമാരായ അബ്ദുൾ അസീസ്, KC ജെയിംസ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. പുന്നൂർകുളം നാലപ്പാട്ട് നാരായണമേനോൻ ജന്മദിനാഘോഷവും പുരസ്കാര വിതരണവും നടത്തി. കുന്നത്തൂരിൽ നാലപ്പാടൻ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ, മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ് പുരസ്കാരം സമർപ്പിച്ചു. സമിതി പ്രസിഡന്റ് TP ഉണ്ണി അധ്യക്ഷനായിരുന്നു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഭാഷണം നടത്തി. T മോഹൻ ബാബു, പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, TP ഉണ്ണി, സരിത അശോകൻ നാലപ്പാട്ട്, P ഗോപാലൻ, ഉമ്മർ അറക്കൽ, ബാഹുലയൻ താമരശ്ശേരി, AK സതീഷ് കുമാർ, ചോ മുഹമ്മദ് ഉണ്ണി എന്നിവർ സംസാരിച്ചു.
കോമളവല്ലിയുടെ കവിതാ സമാഹാരം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി ഭാരവാഹികളായ AK സതീഷ് കുമാർ, ചോ മുഹമ്മദ് ഉണ്ണി, P രാമദാസ് എന്നിവർ നേതൃത്വം നൽകി. സാമ്പത്തിക ക്രമക്കേട് കാട്ടകമ്പാൽ ക്ഷേത്ര സംരക്ഷണ സമിതി മുൻ ഭാരവാഹികൾക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയതായി നിലവിലെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. 2024 ഫെബ്രുവരി 4 ചേർന്ന ജനറൽ ബോഡി യോഗമാണ് സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയത്. 2,37,618 രൂപയുടെ തിരിമറി കണ്ടെത്തിയതോടെ 2024 ഒക്ടോബർ 27 ചേർന്ന യോഗം അന്യായമായി കൈവശപ്പെടുത്തിയ പണം ബന്ധപ്പെട്ടവർ തിരിച്ചടയ്ക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇതുപ്രകാരം ആദ്യഘട്ടത്തിൽ 60,000 രൂപയും രണ്ടാം ഘട്ടത്തിൽ 1,04,118 രൂപയും സ്വർണവും തിരിച്ച് ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചതായും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. അതിൽ ഓരോ പ്രാവശ്യം 2 ഗഡുക്കളായിട്ട് അവർ തിരിച്ചടച്ചതാണ്. അതിൻ്റെ ഒരു മിനിറ്റ്സും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. 2 ഗഡുക്കളായിട്ട് ഒരു പ്രാവശ്യം 1,04,118 രൂപ 75 പൈസയും രണ്ടാം ഘട്ടത്തിൽ 60,000 രൂപയും അടച്ച് ബാക്കി വരുന്ന 82,000 ചില്ലായിരം രൂപ അടയ്ക്കാത്തതിൻ്റെ പേരിൽ അത് ചർച്ചയ്ക്ക് ഈ കൊല്ലത്തെ പൊതുയോഗത്തിന് ചർച്ചയ്ക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് അത് പ്രശ്നമുണ്ടാക്കി ഇറങ്ങി പോകാവുന്ന സംവിധാനത്തിലേക്കാണ് ഈ 5-ാം തീയതി നടന്നിട്ടുള്ള പൊതുയോഗത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസം. ബാക്കിയുള്ള 82,860 രൂപയ്ക്ക് 6 മാസത്തെ അവധി ചോദിച്ചത് അംഗീകരിച്ചിരുന്നുവെന്നും സംഖ്യ തിരിച്ചടയ്ക്കാതെ വന്നപ്പോൾ രേഖാമൂലം കത്ത് നൽകുകയും ചെയ്തതായി ഇവർ വ്യക്തമാക്കി. ഇതു സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നതോടെയാണ് കഴിഞ്ഞ ദിവസത്തെ വാർഷിക യോഗം അലങ്കോലമാക്കി ഇവർ ഇറങ്ങിപ്പോയത്. 182 പേർ പങ്കെടുത്ത യോഗത്തിൽ നിന്നും ആകെ 22 പേർ മാത്രമാണ് ഇറങ്ങിപ്പോയത്. തുടർന്ന് നടന്ന യോഗമാണ് മുൻ ഭാരവാഹികളായ പ്രസിഡന്റ് രജീഷ് കൃഷ്ണൻ, സെക്രട്ടറി ഭാസ്കരൻ വടക്കൂട്ട്, വൈസ് പ്രസിഡന്റ് അനൂപ് PV, ട്രഷറർ സദാനന്ദൻ VI, മോഹനൻ വെളുത്തേടത്ത് എന്നിവർക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയത്. കൂടാതെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുമെന്നും കാട്ടകമ്പാൽ ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് സുധീപ് കുമാർ, സെക്രട്ടറി സഞ്ജയ് രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ, ട്രഷറർ ജയപ്രകാശ്, ജോയിന്റ് സെക്രട്ടറി വിനേഷ്, ഓഡിറ്റർ ശിവശങ്കരൻ എന്നിവർ അറിയിച്ചു. റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ പൊതുവിതരണ വകുപ്പ് മാറ്റം വരുത്തി. തുറക്കുന്ന സമയം 1 മണിക്കൂർ കുറച്ചുകൊണ്ട് ഉത്തരവിറക്കി. ഇനി മുതൽ രാവിലെ 8-ന് പകരം 9 മണിക്കാണ് തുറന്ന് പ്രവർത്തിക്കുക. പുതിയ സമയക്രമം അനുസരിച്ച് രാവിലെ 9 മുതൽ 12 വരെയും വൈകുന്നേരം 4 മുതൽ 7 വരെയും റേഷൻ കടകൾ പ്രവർത്തിക്കും. 2023 മാർച്ച് 1-ന് പരിഷ്കരിച്ച സമയക്രമം അനുസരിച്ച് രാവിലെ 8 മുതൽ 12 വരെയും വൈകുന്നേരം 4 മുതൽ 7 വരെയുമായിരുന്നു പ്രവർത്തന സമയം. പെരുമ്പിലാവിൽ ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കോഴിക്കോട് റോഡിൽ സ്വകാര്യ ഹോട്ടലിന് സമീപം മാലിന്യം നിക്ഷേപിച്ചതായി കണ്ടെത്തി. മാലിന്യം കുഴിയെടുത്ത് സ്ലാബിട്ട നിലയിലായിരുന്നു. മേഖലയിൽ പൈപ്പ് സ്ഥാപിക്കൽ ജോലികൾ ആരംഭിച്ചതിനെ തുടർന്ന് മണ്ണുമാന്തി യന്ത്രം മാലിന്യക്കുഴിയിൽ ഇരിക്കുകയായിരുന്നു. ഇതോടെ മാലിന്യക്കുഴിയുടെ സ്ലാബും തകർന്ന നിലയിലായി. പെരുമ്പിലാവിൽ ഹോട്ടലിൽ നിന്നും വരുന്ന മാലിന്യം പുറത്തേക്ക് വ്യാപകമായി ഒഴുക്കുന്നതായി പരാതി നിലനിൽക്കെയാണ് സംഭവം കണ്ടെത്തിയത്. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കനത്ത പിഴ ഈടാക്കുമെന്ന് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. യുവാവിനെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി ഒളിവിൽ പോയ പ്രതിയെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തങ്ങൾപ്പടി 310 റോഡ് പാലക്കൽ മുഹാഫ് ആണ് പിടിയിലായത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. 2021 പഞ്ചവടി തിരുത്തിയിൽ ജബ്ബാറിനെ പെരിയമ്പലം ബീച്ച് റോഡിൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളിൽ ഒരാളാണ് മുഹാഫ്. കേസിൽ റിമാൻഡിലായെങ്കിലും പിന്നീട് ജാമ്യമെടുത്ത് മുങ്ങി. ഇയാൾ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. SHO MK രമേശ്, ഗ്രേഡ് SI C ബിന്ദുരാജ്, TM ജിതിൻ, AD റോഷൻ, റിജിൻ, നസൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. BJP എരുമപ്പെട്ടി സമ്പൂർണ്ണ മണ്ഡല സമിതി യോഗം തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത് ഉദ്ഘാടനം ചെയ്തു. വെള്ളർക്കാട് മുക്രിയകത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ അധ്യക്ഷനായി. 4 പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സ, എക്സ്റേ, സ്കാനിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കണം. ആവശ്യമായ ജീവനക്കാരൻ
നിയമിക്കണം. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലിക്കൽ ചിറപാലം പുഴയിലെ ഇരുവശവും ഭിത്തികൾ കെട്ടി അതിരുകൾ സംരക്ഷിച്ച് പുഴയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണലും മാറ്റി വെള്ളം കൃത്യമായി പുഴയിലൂടെ ഒഴുകുവാൻ വേണ്ട സാഹചര്യം ഒരുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി പ്രമേയം അവതരിപ്പിച്ചു. മണ്ഡലം പ്രഭാരി സുഭാഷ് പാക്കത്ത്, സെക്രട്ടറി സുഭാഷ് ആദൂർ, തൃശൂർ നോർത്ത് ജില്ലാ മോർച്ച പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി, അഭിലാഷ് തയ്യൂർ, ജോജു കോളങ്ങാടൻ, സംസ്ഥാന കൗൺസിൽ അംഗം ഇ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. അജ്ഞാത വാഹനമിടിച്ച് കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. വാഗ വടക്കുമുറിയിലാണ് ബുധനാഴ്ച രാവിലെ പ്രദേശവാസിയായ ചുങ്കത്ത് ജെയ്സന്റെ വീട്ടുമതിലിനോട് ചേർന്ന് കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. രാത്രിയിൽ ഏതോ അജ്ഞാത വാഹനമിടിച്ചാണ് കാട്ടുപന്നി ചത്തത് എന്നാണ് പ്രാഥമിക നിഗമനം. മേഖലയിൽ ഇവയുടെ ശല്യം രൂക്ഷമാണ്. നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് പഞ്ചായത്ത് അധികൃതരെത്തി ജഡം മറവു ചെയ്തു. ഇനി ശാസ്ത്രമേള വിശേഷം. കലാമേളയിൽ മാത്രമല്ല ശാസ്ത്രമേളയിലുമുണ്ട് നാടകാവതരണങ്ങൾ. ജംബുക കുഞ്ചര പഞ്ചാനന വിഭിന്നം വേറിട്ടൊരു നാടകാവിഷ്കാരമായി. ആശങ്ക തീർക്കുന്ന രോഗത്തെ സാമൂഹിക പ്രസക്തിയോടെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടുകയാണ് ജംബുക കുഞ്ചര പഞ്ചാനന വിപിനം എന്ന നാടകം. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന മാരകമായ രോഗമാണ് വേദിയിൽ ചർച്ചയായത്. കുറുക്കൻ, ആന, സിംഹം, കാട് എന്നിങ്ങനെ അർത്ഥം വരുന്ന ഈ ശീർഷകം പോലെ മനുഷ്യന്റെ ഇടപെടൽ മൂലം വനത്തിൽ സംഭവിക്കുന്ന ദുരന്തമാണ് നാടകം പറയുന്നത്. മലിനീകരണം മൂലം പ്രകൃതിയുടെ നിലവിളിയും ദുരന്തവും പ്രമേയമാകുന്ന നാടകത്തിന്റെ കാതൽ മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതയാണ്. മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടലുകൾ കാരണം കാടും കാടിനുള്ളിലെ പുഴയും മലിനമാകുകയും ഈ മലിനീകരണം മൂലം മലീമസമായ പുഴയിലെ വെള്ളത്തിലൂടെ കുറുക്കൻ കുടുംബത്തിലെ കൊച്ചുകുഞ്ഞ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണമടയുന്ന രംഗങ്ങളിലൂടെ മലിനീകരണത്തിന്റെ തീവ്രത നാടകം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പനി, ജലദോഷം, തലവേദന, പെരടി വേദന, ശരീരവേദന ഇതൊക്കെ അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ കിച്ചന് ഇങ്ങനൊരു വാഹനമൊക്കെ വന്നത്. കുറുക്കനല്ലടി, അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു വാഹനത്തെ പറ്റി അറിയില്ലായിരുന്നു. മലിനജലത്തിലൂടെ പകരുന്ന അമീബിക് മസ്തിഷ്കജ്വരം എന്ന മാരകരോഗത്തെ ഒരു പാരിസ്ഥിതിക ദുരന്തമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കാനുള്ള നാടകത്തിന്റെ ശ്രമം പുതിയൊരു ചിന്തയ്ക്ക് തുടക്കമിടുന്നതാണ്. ഈ നാടകം വിജയകരമായി അരങ്ങിലെത്തിച്ചതിന് പിന്നിൽ സ്കൂളിലെ പ്രധാനാധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ശക്തമായ കൂട്ടായ്മയുണ്ട്. ശാസ്ത്ര നാടകത്തിന് ജീവൻ നൽകിയ തിരക്കഥ ഒരുക്കിയത് രഘുമാഷാണ്. എന്ന് പറയുന്നത് നാടകം തന്നെയാവണം, വെറുതെ ഇങ്ങനെ സയൻസ് ഡ്രൈ ആയിട്ട് പറയേണ്ട ഒന്നാവരുത്. കുട്ടികളുടെ നാടകവേദിയുടെ ഒരു മൂഡില് ആ കഥയെ കൊണ്ടുപോകണമെന്നുള്ള ഒരു ആഗ്രഹം നല്ല ഡയറക്ടറെ ഒപ്പം കിട്ടി. ഇപ്പൊ കുട്ടികളെ എന്താ പ്രശ്നം വെച്ചാൽ അവരുടെ എനർജി ഒന്നും ചെലവാവാൻ അവർക്ക് വേറെ മാർഗങ്ങളില്ല. അപ്പൊ അവര് പലപ്പോഴും വേറെ പലയിലും ചെന്ന് വിടുന്നു. അതിന്നൊക്കെ മാറ്റത്തിന് ഇങ്ങനത്തെ സംഘങ്ങള് ഉണ്ടാവുകയും യൂത്ത് ഫെസ്റ്റിവലുകളും മേളകൾക്കും അപ്പുറം ഈ സംഘങ്ങൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയും പുറത്ത് സഞ്ചരിക്കുകയൊക്കെ ചെയ്യും. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഡിവൈനാണ് നാടകം സംവിധാനം ചെയ്തിട്ടുള്ളത്. പ്രധാനാധ്യാപികയുടെയും പ്രിയ, ധന്യ, ഗീത എന്നീ അധ്യാപികമാർ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ പരിശ്രമവും പിന്തുണയുമാണ് നാടകം സ്റ്റേജിലെത്തിക്കാൻ കരുത്തായത്. ജാരകം സാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ അവർ പറയാറുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. കൂടെ നിന്നു. ധന്യ ടീച്ചർ ഉണ്ടായിരുന്നു, ഗീത ടീച്ചർ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ HM കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് രഘുമാഷ് സ്ക്രിപ്റ്റ്, പിന്നെ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഡിവൈൻ ഞങ്ങളുടെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിന്നു. ഏതായാലും കുട്ടികൾക്കൊക്കെ വളരെയധികം സന്തോഷമാണ്. ഒരു ഗവൺമെന്റ് സ്കൂൾ എന്ന നിലയിൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കുട്ടികളുടെ ഒരു ഇഷ്ടത്തിന് പിന്നിൽ നമ്മൾ അണിനിരക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അങ്ങനെ ഒരു അധ്യാപക കൂട്ടം ഒരുമിച്ച് കൂടിയപ്പോൾ ഉണ്ടായതാണ് ഒരു ശാസ്ത്രനാടകം. ടീച്ചേഴ്സിന്റെയും സാറന്മാരുടെയും
എല്ലാം എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും വരെ എത്തിയിട്ടുള്ളത്. ഇനി ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ചെയ്യണം എന്നുണ്ട്. പിന്നെ സാറുമാരൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. പ്രകൃതി സംരക്ഷണത്തിന്റെ അനിവാര്യത വിളിച്ചോതുന്ന ഈ നാടകം അമീബിക് മസ്തിഷ്കജ്വരം പോലുള്ള രോഗങ്ങളെക്കുറിച്ചുള്ള പൊതുബോധം വർദ്ധിപ്പിക്കുന്നതിനും മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കേണ്ട കരുതലിനെ ഓർമ്മിപ്പിക്കുന്നതിനും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെയും എഞ്ചിനീയറിംഗിന്റെയും വൈവിധ്യം ക്രിയാത്മകമായി അവതരിപ്പിക്കുകയാണ് കുട്ടികൾ. നാളെയുടെ ഭാവിയാണ് ശാസ്ത്രമേളയുടെ ഓരോ വേദിയിലും നിറഞ്ഞു നിന്നിരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പഴനി സ്കൂളിലെ ശാസ്ത്രോത്സവ വേദിയിലാണ്. കുട്ടികുരുന്നുകളുടെ കഴിവുകളിലേക്ക് നമുക്ക് പോകാം. വർത്തമാനകാല ലോകം നേരിടുന്ന വലിയ പ്രതിസന്ധിയും നാളെയുടെ ആവശ്യവുമായ മലിനീകരണവും മാലിന്യ നിർമ്മാർജ്ജനവുമാണ് വർക്കിംഗ് മോഡലിൽ കുട്ടികൾ തെരഞ്ഞെടുത്തിരിക്കുന്നതിൽ ഏറെയും. വായുമലിനീകരണം, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം തുടങ്ങി ഇന്നത്തെ കർഷകരുടെ പേടിസ്വപ്നമായ വന്യജീവി ആക്രമണത്തെ വരെ പ്രതിരോധിക്കാനുള്ള വിദ്യകളുമായാണ് കുട്ടികൾ ഓരോരുത്തരും എത്തിയത്. ദൈനംദിന ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനും ഭാവിയിലേക്കുള്ള ഊർജ്ജ സംരക്ഷണവും വരെ വിഷയമായിട്ടുണ്ട്. വായുമലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായ വാഹനങ്ങളിലെ പുക മനുഷ്യനെ വീണ്ടും ഉപയോഗിക്കാൻ സഹായിക്കുന്ന എയർ പ്യൂരിഫയർ വ്യത്യസ്തമായ പരീക്ഷണമായി. വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന വിഷപ്പുക മഷിയാക്കി മാറ്റി അത് സ്പ്രേ പെയിന്റ്, മാർക്കർ എന്നിവയായി ഉപയോഗിക്കാൻ സാധിക്കും. പോർക്കുളം MKM UP സ്കൂളിലെ വിദ്യാർത്ഥികളായ അഭിനവ് KP, മുഹമ്മദ് നസൽ എന്നിവരായിരുന്നു ഈ ആശയത്തിന് പിന്നിൽ. വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണുന്ന ആശയവുമായി മേളയ്ക്കെത്തിയ ബെഥനി സെന്റ് ജോൺസ് സ്കൂളിന്റെ എക്കോ ഗാർഡ് വില്ലേജ് ശ്രദ്ധ നേടി. വന്യജീവികളിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാൻ മോഷൻ സെൻസർ ഉപയോഗിച്ചുകൊണ്ടുള്ള പടക്കം പൊട്ടിച്ച് തുരത്താനുള്ള സംവിധാനം, കൃഷിയിടത്തിലെ താപനില തിരിച്ചറിയാൻ സാധിക്കുന്നതിനോടൊപ്പം തന്നെ വിളകൾക്ക് കൃത്യമായ ഇടവേളകളിൽ വെള്ളം നനയ്ക്കാനുള്ള സംവിധാനവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. നമ്മുടെ വളരുന്ന ഒരു ചെടികളൊന്നും ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. ഇതിൽ ഫുൾ ഗ്രാമത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഫുള്ള്. ഇതിൽ ഒന്നാമത്തെ ഉണർത്തുന്ന വെച്ചാൽ ആനകളൊക്കെ നമ്മുടെ ഇതിൽ വരില്ലേ, വന്യജീവികൾ അപ്പോ അവരുടെ പടക്കം പൊട്ടിച്ചിട്ട് പ്രത്യേകിച്ച് ആനകളെ പടക്കം പൊട്ടിച്ച് അവർ പറഞ്ഞയക്കും. കാലാവസ്ഥയുടെ കാലാവസ്ഥ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ കൃഷിക്ക് ആവശ്യമായ വെള്ളം തനി ഒഴിക്കും. നമ്മള് കൃഷിക്കാരൊന്നും ചെയ്യണ്ട, അത് എത്ര വെള്ളം വേണോ വേണ്ട കൃഷിക്ക് അത്രയും വെള്ളം ഒഴിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് സോളാറിലാണ്. സ്കൂളിലെ ആൻസാനിയ ഷിനുവിന്റെയും പുണ്ണിയുടെയും പാൻഡ്ല എന്ന പ്ലാന്റ് ബാറ്ററി പ്രോജക്ട് നവീനാശയം കൊണ്ട് വ്യത്യസ്തമായി. പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ വൈദ്യുതി ഉൽപാദന മാർഗമാണ് ഇവർ അവതരിപ്പിച്ചത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വഴി കർഷകർക്ക് 2 വരുമാന മാർഗം അവലംബിക്കാൻ സാധിക്കുമെന്നാണ് ഇവർ വ്യക്തമാക്കിയത്. ചെടിച്ചട്ടിയിൽ നിന്നും ജൈവപദാർത്ഥം നിർമ്മിക്കപ്പെടും. ഈ ജൈവപദാർത്ഥം ചെടികൾ അവയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നു. വലിയ ഒരളവിൽ ഈ ജൈവപദാർത്ഥം ചെടികൾ അവയുടെ വേരിലൂടെ മണ്ണിലേക്ക് പുറന്തള്ളും. ഇങ്ങനെ വൈദ്യുതി നമ്മളുടെ എൻവയോൺമെന്റിന് ഒരു കോപ്പും ഉണ്ടാക്കുന്നത്. വർക്കിംഗ് മോഡൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫാമിസ് ഹുസൈൻ, മുഹമ്മദ് ഫവാസ് എന്നിവർ കൊണ്ടുവന്ന വ്യത്യസ്ത ആശയമായ ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിംഗ്വിഷർ വേറിട്ട ആശയമായി. ഒരപകടമുണ്ടാകുമ്പോൾ ജനങ്ങളുടെ ജീവിതം രക്ഷിക്കാൻ ഓടിയെത്തുന്നവരാണ് ഫയർഫോഴ്സ് സേന. പലപ്പോഴും അപകടത്തിൽപ്പെടുമ്പോൾ അവർ രക്ഷയൊരുക്കുന്ന ആവശ്യമായിരുന്നു ഇവരുടേത്. ഫുൾ ഓട്ടോമാറ്റിക് ആയാണ് ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ പ്രവർത്തനം. എവിടെയെങ്കിലും തീപിടുത്തമുണ്ടായാൽ ഫയർ സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ യന്ത്രത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഈ പ്രോജക്റ്റിന്റെ പ്രത്യേകത. തനിയെ അപകടസ്ഥലം കണ്ടുപിടിച്ച് സുരക്ഷിതമായ രീതിയിൽ തീയണയ്ക്കാൻ സാധിക്കുമെന്നും റോബോട്ടിക് ഹാൻഡ് ഉള്ളതിനാൽ തന്നെ വലിയ ലോഹക്കഷ്ണങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും എടുത്തുമാറ്റാൻ സാധിക്കുമെന്നും ഇവർ പറഞ്ഞു. ഇൻബിൽറ്റ് ക്യാമറയും ഓട്ടോമാറ്റിക് ഫ്ലെയിം ഡിറ്റക്ടറും ഉള്ളതിനാൽ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കാമെന്നതും പ്രത്യേകതയാണ്. മറ്റു വാർത്തയിലേക്ക്. രാഷ്ട്രീയ, സാമൂഹിക, കായിക രംഗത്തെ മികച്ച സേവനങ്ങളെ മുൻനിർത്തി വടക്കേക്കാട് പഞ്ചായത്തിലെ 11ാം വാർഡ് മെമ്പർ ഖാലിദ് പനങ്ങാവിലിന് മലയാള പുരസ്കാരം. മലയാള പുരസ്കാര സമിതിയുടെ 9ാമത്തെ മലയാള പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഖാലിദിന്റെ മികച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അംഗീകാരം.
ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടത്ത് ധർണ നടത്തി. കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PC ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷനായി. UDF മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവൂട്ടി ചിറമനേങ്ങാട്, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, INTUC മണ്ഡലം പ്രസിഡന്റ് KM സുഭാഷ്, TC രാമകൃഷ്ണൻ, റഫീഖ് ഐനിക്കുന്നത്ത്, വിഷ്ണു ചിറമനേങ്ങാട്, സൈബുനിസ ഷർഫു, കരീം വെള്ളർക്കാട്, സിന്ധു മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിലെ 1986 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ കൈറ്റ് ക്ലബിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നൽകി. 2018 മുതൽ സ്കൂളിലെ IT-യുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിവരുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബിലെ 30 വിദ്യാർത്ഥികൾക്കാണ് യൂണിഫോം നൽകിയത്. പൂർവ്വ വിദ്യാർത്ഥികൾ മാതൃകയായി. സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപികയുടെ ചുമതല വഹിക്കുന്ന ജിൽസി ടീച്ചർ ടീഷർട്ടുകൾ വിദ്യാർത്ഥികൾക്കായി വിതരണം ചെയ്തു. 1986 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പായ സൗഹൃദം 86ലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീനി P അശോകൻ, ഈനാശു ജേക്കബ്, CC ജോസഫ്, PA സുബൈർ എന്നിവർ നേതൃത്വം നൽകി. കൈറ്റ് മെന്റർമാരായ സെബി K തോമസ്, സിനി P ജോസ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം ഒക്ടോബർ 10-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. കോളേജ് മാനേജർ സിസ്റ്റർ ഫോൺസി മരിയ അധ്യക്ഷത വഹിക്കും. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയാകും. ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. ഗവേഷണപരവും അക്കാദമികവുമായ വായന സംസ്കാരത്തെ വളർത്താനും പരിപോഷിപ്പിക്കാനും വേണ്ടിയാണ് ലൈബ്രറി പുനഃക്രമീകരിച്ചത്. ജേണലുകളുടെയും പുസ്തകങ്ങളുടെയും ഒരു വലിയ ശേഖരം തന്നെ വായനക്കാർക്ക് ഒരുക്കിയതായും വിദ്യാർത്ഥികൾക്ക് പ്രോജക്റ്റ് സ്വയം ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയതായും ഭാരവാഹികൾ അറിയിച്ചു. അധ്യാപകർക്ക് വായനയ്ക്ക് വേണ്ട പ്രത്യേക ഇടവും സൗകര്യങ്ങളും നോളജ് പവലിയൻ എന്ന പേരിൽ ഒരുക്കിയിട്ടുണ്ട്. ഗാർഡൻ ലൈബ്രറിയാണ് ഇതിന്റെ പ്രത്യേകത. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെയും ശനിയാഴ്ച രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 വരെയും ലൈബ്രറി തുറന്നു പ്രവർത്തിക്കും. അക്ഷരം ആശ്വാസമാകട്ടെ, വായന വെളിച്ചമായി മാറട്ടെ എന്നതിന് പ്രാധാന്യം നൽകി ചാവക്കാട് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലും ഗുരുവായൂർ മുനിസിപ്പാലിറ്റി പൂക്കോട് പ്രൈമറി ഹെൽത്ത് സെന്ററിലും കോളേജിന്റെ നേതൃത്വത്തിൽ വായനാ ലൈബ്രറി അറ്റ് ഹോസ്പിറ്റൽ എന്ന പേരിൽ ഓരോ വായനശാലയും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ J ബിൻസി, വൈസ് പ്രിൻസിപ്പാൾ C ലൗലി ജേക്കബ്, IQAC കോർഡിനേറ്റർ ഡോക്ടർ സിതാര K ഉറുമ്പിൽ, ലൈബ്രറിയൻ ഡോക്ടർ സിസ്റ്റർ ജോയ് C AJ, ലൈബ്രറി നവീകരണ കമ്മിറ്റി കോർഡിനേറ്റർ ഡോക്ടർ ജൂലി ഡൊമിനിക്, കോളേജ് യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ PG ജസ്റ്റിൻ, കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ അഞ്ജലി S നായർ, പബ്ലിക് റിലേഷൻ ഓഫീസർ ഡോക്ടർ AP അന്നം സിനി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതിലൂടെ സോഫ്റ്റ്വെയർസും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ബുക്സ് ജേർണൽസ് ഒക്കെ ഒരുപാട് തന്നെ ആക്സസിബിൾ ആക്കാനായിട്ടുള്ള സൗകര്യങ്ങളും നമ്മൾ ലൈബ്രറിയിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിനായാലും റിസർച്ച് സ്കോളേഴ്സിനായാലും ജേർണൽസും മെറ്റീരിയൽ കളക്ഷനും ആൻഡ് പ്രോജക്റ്റ് വർക്കിനുമുള്ള സൗകര്യം നമുക്ക് ലൈബ്രറിയിലുണ്ട്. കുട്ടികൾക്ക് അത് ഉപയോഗിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ആക്സസിബിലിറ്റി നമ്മൾ ലൈബ്രറിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ലെൻസ്ഫെഡ് ഏരിയ സമ്മേളനത്തിനോടനുബന്ധിച്ച് നടന്ന വിളംബര ജാഥ പടിഞ്ഞാറേ നടയിൽ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഏരിയ പ്രസിഡന്റ് TK ജോഷി മോഹൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. TC ജോർജ്, സെബി ജോസ്, V ഷാജി കാക്കശ്ശേരി, CK തോമസ് എന്നിവർ സംസാരിച്ചു. വ്യാഴാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വിവിധ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾക്ക് അർഹമായ ഗുരുവായൂർ നഗരസഭയുടെ ചെയർമാൻ M കൃഷ്ണദാസിന് ഉപഹാരം നൽകി ആദരിക്കും. ആത്മ 2025-26 പദ്ധതിയോടനുബന്ധിച്ച് നെൽകൃഷിയിൽ പുത്തൻ കാർഷിക മുറകൾ അനുവർത്തിക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം ആർത്താറ്റ് കൃഷിഭവൻ പരിധിയിലെ കർഷകർക്കും വിദ്യാർത്ഥികൾക്കുമായി കൃഷി പാഠശാല സംഘടിപ്പിച്ചു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ, തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നീ സ്ഥാപനങ്ങളുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നീ മൂലകങ്ങൾക്കൊപ്പം മറ്റ് സൂക്ഷ്മ മൂലകങ്ങൾ ചേർന്ന റൈസ് ബൂസ്റ്റർ, ക്രോപ്പ് ഗ്രോത്ത് ഹോർമോൺ, രോഗപ്രതിരോധശേഷിക്ക് വേണ്ടിയുള്ള ട്രൈക്കോഡെർമ ക്യാപ്സ്യൂളുകൾ എന്നിവയുടെ ഉപയോഗ രീതികൾ കൃഷി പാഠശാലയിൽ ഫീൽഡ് തലത്തിൽ അവതരിപ്പിച്ചു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ VS സുനിൽ,
മാർക്കറ്റിംഗ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുജിത് ഗോവിന്ദ് എന്നിവർ കർഷകർക്കും വിദ്യാർത്ഥികൾക്കും ക്ലാസുകൾ നയിച്ചു. ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയ ജോസഫ് നെൽകൃഷിയിലെ പുതിയ കീടരോഗങ്ങളെപ്പറ്റി പ്രതിപാദിച്ചു. കുന്നംകുളം കൃഷി ഓഫീസർ എസ് ജയൻ പദ്ധതി വിശദീകരിച്ചു. ആത്മാ സ്റ്റാഫ് KS ശ്രീദേവി, കൃഷി അസിസ്റ്റന്റ് സ്നേഹ വി ജോസ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടീച്ചർമാരായ രതി, ദിവ്യ, പാടശേഖര സമിതി സെക്രട്ടറി സോമൻ കാർത്തുള്ളി, പ്രസിഡന്റ് മനോഹരൻ കൊട്ടാരപ്പാട്ട് എന്നിവർ സംസാരിച്ചു. ഈ പദ്ധതി പ്രകാരം തെരഞ്ഞെടുത്ത 25 വിവിധ പാടശേഖരങ്ങളിലെ കർഷകർക്ക് 4 ക്ലാസുകളായി പരിശീലനം നൽകും. പരിശീലനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പുതിയ ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്യും. കൂടാതെ പഠന പുസ്തകങ്ങളും നൽകുമ്പോഴാണ് ഈ പദ്ധതി പൂർണ്ണമാകുന്നത്. ഡെമോൺസ്ട്രേഷന്റെ ഫലമായി കിട്ടുന്ന റിസൾട്ട് അനുസരിച്ച് വരും വർഷങ്ങളിൽ കൂടുതൽ നെൽപ്പാടത്ത് ഈ സാങ്കേതിക വിദ്യ പരീക്ഷിക്കുക എന്നതാണ് ഫാം സ്കൂൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ചാവക്കാട് നഗരസഭയിലെ പൂക്കുളം റോഡ് തകർന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. നഗരസഭ 10ാം വാർഡിലെ പൂക്കുളം ഗ്യാസ് ഏജൻസി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. പരാതി നൽകിയിട്ടും ഇതുവരെ റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ല. റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് KV സത്താറിന്റെ നേതൃത്വത്തിലാണ് പ്രദേശവാസികളുടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. RV സി ബഷീർ, EV ബാബു, K ജലാൽ, KV ഷംസുദ്ദീൻ, K അബൂബക്കർ, ജെയിംസ് MA, ഉമ്മർ RV, ഷർഫു സിംഗം എന്നിവർ നേതൃത്വം നൽകി. ഇത്തരത്തിലുള്ള ഒരു വിവേചനാത്മകമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഈ പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. പല മേഖലകളിലും ഇതിനേക്കാൾ വളരെ നല്ല രീതിയിൽ അവർ പെരുമാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടി 10ാം വാർഡിനെ തികച്ചും അവഗണനാത്മകമായിട്ടുള്ള നോക്കിക്കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഇവിടുത്തെ ഈ കൗൺസിലർമാരോ അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികളോ ഈ വാർഡിനെ തികച്ചും അന്യവൽക്കരിക്കപ്പെട്ട ഒരു രീതിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. നിങ്ങൾ അനുവദിച്ചു തരുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത് കിട്ടിയാൽ മതി, അതുപോലും ഇല്ലാതെ കേവലം ചില വാർഡ് മീറ്റിങ്ങുകൾ മാത്രം നടത്തിക്കൊണ്ട് ഒരു വാർഡ് പ്രവർത്തനമാണെന്ന് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർമാരും മുനിസിപ്പാലിറ്റിയും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ദയവായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പരിഹാരം ഉണ്ടാവണമെന്നാണ് ഞാൻ. പ്രകൃതി സംരക്ഷണ സംഘം കേരളം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി വാരാചരണത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങുകളുടെ ഉദ്ഘാടനം ഗുരുവായൂർ SI U മഹേഷ് നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. മലയാള ചലച്ചിത്ര നിർമ്മാതാവ് ഷാജൻ കുന്നംകുളം, കോളേജ് പ്രിൻസിപ്പാൾ PS വിജോയ് തുടങ്ങിയവർ ഗാന്ധി സന്ദേശം നൽകി. സംഘം സ്റ്റേറ്റ് കോർഡിനേറ്റർ N ഷാജി തോമസ് പദ്ധതിയുടെ ഭാഗമായുള്ള വൃക്ഷത്തൈ വിതരണം ചെയ്തു. ചടങ്ങിൽ ഗാന്ധി സ്മൃതി ബ്രോഷർ കൈമാറി. ക്വിസ് മത്സരത്തിൽ വിജയിച്ച അരുൺകുമാർ, മാളവിക എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. ശ്രീകൃഷ്ണ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ സുരേഷ് നമ്പൂതിരി, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ വർഗീസ്, NSS വളണ്ടിയർമാരായ ധനീഷ്, ശീതൾ, അഞ്ജന, ശ്രേയ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ വിംഗ് തയ്യാറാക്കിയ സ്മരണിക പെൺചിറക് പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവായ R രാജശ്രീ സ്മരണിക പ്രകാശനം ചെയ്തു. ടെമ്പിൾ SI പ്രീത ബാബു സ്മരണിക ഏറ്റുവാങ്ങി. വനിതാ വിംഗ് പ്രസിഡന്റ് ടെസ്സി ഷൈജോ അധ്യക്ഷത വഹിച്ചു. റഹ്മാൻ P തിരുനെല്ലൂർ ആമുഖ പ്രഭാഷണം നടത്തി. മാംഗ്ലൂർ റിഫൈനറീസ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് C നിവേദിത, GMA വൈസ് പ്രസിഡന്റ് നീതു ബിനീഷ്, പ്രിയ രാജേന്ദ്രൻ, GR രുക്മിണി, രാഗി സുനിൽകുമാർ, റോഷ്നി അലക്സ് എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ തിപ്പലശ്ശേരി വനിതാ പരിശീലന കേന്ദ്രത്തിൽ തയ്യൽ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. 2 ബാച്ചുകളിലായി നടത്തിയ സർട്ടിഫിക്കറ്റ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷയായി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ബിന്ദു ധർമ്മൻ, വാർഡ് മെമ്പർമാരായ ഹക്കീം, ഘോഷ്കുമാർ, സൗദ എന്നിവരും പഞ്ചായത്ത് സെക്രട്ടറി രേഖ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ഷാനിബ, അക്കൗണ്ടന്റ് മഞ്ജുള മനോജ് എന്നിവരും പങ്കെടുത്തു. 2 ബാച്ചുകളിലായി 40 പേരാണ് പരിശീലനം പൂർത്തീകരിച്ചത്. ജൻ ശിക്ഷൻ സംസ്ഥാനം കുടുംബശ്രീ CDSും സംയുക്തമായാണ് പരിശീലനം നടത്തിയത്. കടവല്ലൂർ കുടുംബശ്രീ CDSന് കീഴിൽ 160 പേർക്ക് തയ്യൽ, ബ്യൂട്ടീഷ്യൻ, കമ്പ്യൂട്ടർ പരിശീലനങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,360 രൂപ, പവന് 90,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
വെള്ളി ഗ്രാമിന് 165 രൂപ. ചരമം പുതുക്കാട് ആനന്ദപുരത്തെ സ്കൂൾ അധ്യാപികയായിരുന്ന എരുമപ്പെട്ടി നെല്ലുവായ് മുരിങ്ങത്തേരി ഒഴുകിൽമന ഇന്ദിര അന്തർജനം നിര്യാതയായി 83 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭർത്താവാണ്. വിനോദ്, ദീപ എന്നിവർ മക്കളാണ്. പൂവത്തൂർ അരക്കുളത്തിൽ ശങ്കരക്കുട്ടി മകൻ സുകുമാരൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി ശ്മശാനത്തിൽ നടന്നു. ഇന്ദിര ഭാര്യയും കിരൺ, കിഷൻ എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് ആറ്റത്ര ബൂത്ത് പ്രസിഡന്റും ആറ്റത്ര ചാലിയേട്ടിൽ സതീഷിന്റെ മകനുമായ സച്ചിൻ കൃഷ്ണ നിര്യാതനായി. 27 വയസ്സായിരുന്നു. സംസ്കാരം ശാന്തി തീരത്ത് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാവക്കാട് ഒരുമനയൂരിൽ പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. വട്ടേക്കാട് കണ്ടരാശ്ശേരി സുബൈർ മകൻ 14 വയസ്സുള്ള മുഹമ്മദ് റസലാണ് മരിച്ചത്. പെരുമ്പിലാവിൽ തെരുവുനായ ആക്രമണം. ഹോം നേഴ്സിന് കടിയേറ്റു. പരുവക്കുന്ന് സലാം ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അമീറിന്റെ ഭാര്യ ഷഹനയ്ക്കാണ് കടിയേറ്റത്. യാത്രക്കാരായ നിരവധി പേർക്ക് നായയുടെ ആക്രമണ ശ്രമം. പ്രദേശവാസികൾ ഭീതി. CCTVക്ക് പുതിയ സാരഥ്യം. മാനേജിംഗ് ഡയറക്ടറായി KC ജോൺസണെയും ചെയർമാനായി KR അനന്തരാമനെയും തെരഞ്ഞെടുത്തു. പുതിയ ഭരണസമിതി അംഗങ്ങളും ചുമതലയേറ്റു. സാമ്പത്തിക ക്രമക്കേട്. കാട്ടകമ്പാൽ ക്ഷേത്ര സംരക്ഷണ സമിതി മുൻ ഭാരവാഹികൾക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയതായി നിലവിലെ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.